നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ മൂന്നാം പട്ടിക പുറത്തുവിട്ടതോടെ തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ വ്യക്തമായ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള 9 സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയെ പാർട്ടി മത്സരരംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്നാണ് കെ അണ്ണാമലൈ ജനവിധി തേടുക. മുൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ചെന്നൈ സൗത്ത് സീറ്റിൽ നിന്നാണ് തമിഴിസൈ മത്സരിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സ്ഥാനം രാജിവെച്ച് തമിഴിസൈ സൗന്ദരരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. വിനോജ് പി സെൽവം ചെന്നൈ സെൻട്രൽ, എ.സി. ഷൺമുഖം വെല്ലൂർ, സി. നരസിംഹം കൃഷ്ണഗിരി, എൽ. മുരുകൻ നീലഗിരി, ടി.ആർ. പരിവേന്ദർ പേരാമ്പല്ലൂർ, ഞൈനാർ നാഗേന്ദ്രൻ തൂത്തുക്കുടി, പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരി എന്നിവരാണ് ബി.ജെ.പിയുടെ മറ്റ് സ്ഥാനാർത്ഥികൾ. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിൽ 20 എണ്ണത്തിലാണ് ബി.ജെ.പി മത്സരിക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ കെ അണ്ണാമലൈ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. എക്സിലൂടെയാണ് അണ്ണാമലൈ നന്ദി അറിയിച്ചത്. എന്നിൽ വിശ്വാസം അർപ്പിച്ചതിനും കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതിനും പ്രധാനമന്ത്രിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. തമിഴ്നാട് ജനതയെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കും. സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നീ നേതാക്കൾക്കും നന്ദി അറിയിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 400-ലധികം സീറ്റുകൾ നേടുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അണ്ണാമലൈ എക്സിൽ കുറിച്ചതാണിതെല്ലാം. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ 9 ലോക്സഭാ സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി പുറത്തിറക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി.ജെ.പിയുടെ മൂന്നാമത്തെ പട്ടികയാണിത്. ഏപ്രിൽ 19-ന് തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. രണ്ടാം ഘട്ടത്തിലും കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ പേരും ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ 4 സീറ്റുകളിലേക്കാണ് ബി.ജെ.പി സ്ഥാനാർത്ഥികളെ ഇനി പ്രഖ്യാപിക്കാനുള്ളത്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനമായും ഡൽഹി, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഉൾപ്പെട്ടിരുന്നത്. കേരളത്തിലെ 4 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇപ്പോഴും സർപ്രൈസായി തുടരുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.